ഹലോ. ഇന്നേ ഞാൻ രണ്ട് പുതിയ ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന രണ്ട് പേരുണ്ട് കേട്ടോ. അവരെ കാണിച്ചു തരാം. പിന്നെ അവരെയും കൊണ്ട് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണെന്ന്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ബാ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇവരാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വന്ന പുതിയ രണ്ടുപേര്. ഇവർ വന്നിട്ടിപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ, 40-40 ദിവസമായി വന്നിട്ട്. ഇത്തിരി കുഞ്ഞന്മാരായിട്ട് വന്നതാണ്, കണ്ണ് തുറക്കുന്നതിന് മുന്നേ കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ മൃഗങ്ങളെ വളർത്തുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പരിമിതിയുണ്ട്, സ്ഥലത്തിൻ്റെയൊക്കെ കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവരെ ഒന്നും വളർത്താൻ എടുക്കാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ പൊന്നൂസിൻ്റെ നിരന്തരമായ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ പോരാ, നിരന്തരമായ ശല്യം നിമിത്തമാണ് കേട്ടോ ചേട്ടനിപ്പോൾ ഇവരെ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ പവിക്കും പൊന്നൂസിനും വേണ്ടിയിട്ട് രണ്ടുപേരെ കൊണ്ടുവന്നതാണ്. ഇവരുടെ നോക്കുന്ന രീതികളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവർക്കിപ്പോൾ 40 ദിവസം പ്രായമായതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മൃഗാശുപത്രിയിലേക്ക് പോകുന്നത്. ഇവരും പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങളിതേ മൃഗാശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയാണ് കേട്ടോ. പക്ഷേ മൃഗാശുപത്രി ഇത്രയും വൃത്തിയുള്ള ഒരു ആശുപത്രി ആയിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു ആശുപത്രി. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വേറെ കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട്. അപ്പോഴാണ് കേട്ടോ ഈ മരം ശ്രദ്ധയിൽപ്പെട്ടത്. നോക്കിയാൽ ഈ മരത്തിനകത്ത് ഒറ്റൊരു ഇല പോലും ഇല്ല. ഇതിൽ നേരത്തെ ഇല ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കേട്ടോ. അതാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വാക്സിൻ്റെ മരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനായിരുന്നു കേട്ടോ കയറിപ്പോയത്. സത്യം പറഞ്ഞാൽ ഇവരുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. അച്ഛനാണ് ഇവർക്ക് ഫുഡെല്ലാം കൊടുത്ത് നോക്കുന്നത്. അപ്പോൾ വാക്സിനൊക്കെ എടുത്ത ശേഷം പിന്നെ നമുക്ക് അവരുടെ കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വാക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി ഒരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പൗഡറും സോപ്പും വിരയുടെ മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വീട്ടിലെത്തിയിട്ട് ഇവർ പാലൊക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങി കളിക്കാൻ കിടക്കുവാണ്. ഇവർക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ, പുറത്തിറങ്ങി ഇങ്ങനെ ഓടി കളിക്കുന്നത്. ഇവരെ നോക്കുന്ന രീതികളൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്തായി തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം കേട്ടോ. ഞങ്ങളെ അല്ലു അർജുൻ്റെ വലിയ ഫാൻസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ സിനിമയിലെ 2 പേരുകളാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. അത് ഏതാണെന്ന് ഊഹിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ.